എല്ലാവർക്കും ഔട്ട്കംപ്ലീറ്റ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളില് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങളും ചിന്തകളും ഞങ്ങൾ എങ്ങനെ രസകരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചിരുന്നത്. ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിരുന്നു. എന്തായാലും കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ രസകരമായ വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇന്ന് എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു യാത്രാനുഭവം പങ്കുവയ്ക്കാനാണ്. ഒരുപാട് സന്തോഷത്തോടെയും പേടിയോടെയും ഓർത്തിരിക്കാൻ കുറെ ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്ര. ഈ യാത്രയിൽ എന്റെ കൂടെ വലിയൊരു ടീമാണുള്ളത്. മുമ്പ് എന്റെ കൂടെ ദാവുകി യാത്രയിൽ ഉണ്ടായിരുന്ന ഡൽഹിയിലും പിന്നെ പാത്തുവും ഏഞ്ചലും അഞ്ജലിയുമാണ് പട്നയിൽ നിന്നുള്ള ഒരു ടീം. പിന്നെ രാജസ്ഥാനിൽ നിന്ന് രാജ്കമലും സുബിത്തും അഷ്നയും അഞ്ജു അടങ്ങുന്ന വേറൊരു ടീം. ഈ യാത്രയിലെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളും അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളുമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 1 കെംപ്റ്റി വാട്ടർഫാൾ, 2 ഋഷികേശ്, 3 അവിടെ ഞങ്ങൾ നടത്തിയ റിവർ റാഫ്റ്റിംഗ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അഞ്ജലിയുടെ വീട് ഡെറാഡൂൺ ആയതുകൊണ്ട് തന്നെ ഡെറാഡൂൺ പോയി അവിടെ ഒരു ദിവസം കറങ്ങി ഋഷികേശിൽ വെച്ച് ബാക്കിയുള്ള 4 പേരെ കണ്ടുമുട്ടാം എന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഡൽഹി വഴി ഡെറാഡൂണിൽ നേരെ അഞ്ജലിയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ അന്ന് രാത്രി താമസിച്ച് പിറ്റേ ദിവസം അഞ്ജലിയുടെ അച്ഛന്റെ കാർ എടുത്തിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. പ്രധാനപ്പെട്ട കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കാണാൻ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി കെംപ്റ്റി വാട്ടർഫോൾ ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ ഒരു സ്ഥലം. ഈ കെംപ്റ്റി വാട്ടർഫോൾ ആണ് കഥയിലെ നായകനും വില്ലനും ഒക്കെ. ഏകദേശം 50 കിലോമീറ്ററോളം ഉണ്ട് കെംപ്റ്റിയിലേക്ക്. ടാക്സിയോ ബസ്സോ വഴി നമുക്ക് കെംപ്റ്റിയിലേക്ക് എത്താം. വാട്ടർഫാളിനോട് ചേർന്നിട്ടുള്ള ഒരു പൂളും അവിടെയുള്ള കുറച്ച് കച്ചവടക്കാരും അതാണ് ആ സ്ഥലത്തിന്റെ ഒരു പ്രധാന ആകർഷകത. എന്തായാലും ഞാനും ഡെൽവിനും കുളിക്കാൻ റെഡി ആയിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. വെള്ളത്തിലേക്ക് ചാടണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന എന്നെ ഡെൽവിൻ ചെറുതായി ഒന്ന് തള്ളിയപ്പോ അവിടെ കൂടെ നിന്നിരുന്ന എല്ലാവർക്കും ഒരു നിമിഷത്തേക്ക് പൊട്ടിച്ചിരിക്കാനുള്ള ഒരു അവസരം കിട്ടി. പിന്നാലെ അവനും എടുത്തു ചാടി. ഞങ്ങൾ പല നദികളിലും അരുവികളിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഒരു പ്രത്യേക തണുപ്പ് ആ കെംപ്റ്റിക്ക് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ കൊടും തണുപ്പ്. വിറച്ചിട്ടാണെങ്കിലും ഒരുപാട് നേരം ഞങ്ങൾ അതിൽ കുളിച്ചു കളിച്ചു. ഞങ്ങളുടെ മനസ്സിൽ ഒരു നായകസ്ഥാനം നേടിയ കെംപ്റ്റി പക്ഷെ അതിന്റെ യഥാർത്ഥ രൂപം ഞങ്ങൾ കാണിച്ചു തന്നത് തണുപ്പ് സഹിക്കുക വയ്യാതെ ഞങ്ങൾ തിരിച്ചു കയറിയതിനു ശേഷമാണ്. തലയും ശരീരവും ഉണക്കാൻ വേണ്ടി തോർത്തുന്നതിനിടയിൽ ഞാൻ എന്റെ ശരീരത്തിലെ ചില ചുവന്ന അടയാളങ്ങൾ ശ്രദ്ധിച്ചു. പതുക്കെ അത് എന്റെ ശരീരം മൊത്തം വ്യാപിക്കാൻ തുടങ്ങി. തോർത്തി കഴിയുമ്പോൾ മാറുമ്പോൾ
മാറുമെന്ന് വിചാരിച്ച തണുപ്പ് കൂടി വരികയാണ് ഉണ്ടായത്. ഞാൻ പതുക്കെ ഡെൽവിനെ നോക്കി. അവനും എന്റെ അതേ അവസ്ഥ. എന്റെ കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങി, ബോധക്ഷയം വരെ അനുഭവപ്പെട്ടു തുടങ്ങി എനിക്ക്. ഇത് കണ്ട് പാത്തും അഞ്ജലിയും ഏഞ്ചലും കൂടെ ഓടി വന്ന് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് നല്ല ചൂട് ചായയും മാഗിയും വാങ്ങി ഞങ്ങളെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നേക്കാൾ ആരോഗ്യമുള്ളതുകൊണ്ട് ഡെൽവിന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു. എന്നെ അവർ പഴയ പോലെ ആക്കാൻ കുറേ കഷ്ടപ്പെട്ടു. പതുക്കെ സ്വബോധം തിരിച്ചു കിട്ടിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ആ പൂളിലേക്കുള്ള പെട്ടെന്നുള്ള എടുത്തുചാട്ടമാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്തായാലും കെംറ്റിയോട് വേഗം ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് അഞ്ജലിയുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ നേരെ തിരിച്ചു ഋഷികേശിലേക്ക്. ഋഷികേശിൽ വെച്ച് ഞങ്ങളുടെ ടീമിലെ ബാക്കിയുള്ള 4 പേരും കൂടി ഞങ്ങളുടെ കൂടെ ചേർന്നു. അവിടെ ഒരു മലയുടെ മുകളിൽ ടെന്റിലുള്ള താമസ സൗകര്യവും പിന്നെ കുറച്ച് ട്രക്കിങ്ങും ലക്ഷ്യമാക്കി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ സ്ഥലങ്ങളെ ഋഷികേശ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചുള്ളൂ. പക്ഷെ ഞങ്ങളുടെ അന്നത്തെ രാത്രിയിലെ മലമുകളിലെ താമസം, അതാണ് ഈ കഥയിലെ 2ാമത്തെ നായകൻ. ഋഷികേശ് പട്ടണത്തെ രാത്രി സൗന്ദര്യത്തോടു കൂടെ കാണാൻ കഴിയുന്ന വിധത്തിലായിരുന്നു അവിടെയുള്ള ടെന്റുകളെല്ലാം സജ്ജീകരിച്ചിരുന്നത്. ഒരു ചെറിയ അരുവി ഒഴുകുന്ന ബാക്ക്ഗ്രൗണ്ട് ശബ്ദത്തിൽ പാട്ടുപാടിയും ചിക്കൻ ഗ്രില്ല് ചെയ്തും ഒക്കെ ഞങ്ങൾ ആ രാത്രി ഒരുപാട് സന്തോഷത്തോടുകൂടി ചെലവഴിച്ചു. അവിടെ ഒരു അത് അതിൻ്റെ അടി വെക്കട്ടെ. പിറ്റേ ദിവസം റിവർ റാഫ്റ്റിങ്ങിനായിട്ട് ഞങ്ങൾ തയ്യാറെടുത്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിവർ റാഫ്റ്റിംഗ് എന്നാണ് ഋഷികേശിലെ റിവർ റാഫ്റ്റിംഗ് അറിയപ്പെടുന്നത്. ഏകദേശം 16 കിലോമീറ്ററോളം ദൂരമുള്ള ആ റാഫ്റ്റിംഗിൽ 8 പേരടങ്ങുന്ന ബോട്ടിലാണ് യാത്ര. ഞങ്ങൾ 2 ബോട്ടുകളിലായി സ്പ്ലിറ്റ് ആയിട്ടാണ് റാഫ്റ്റിംഗിന് ഇറങ്ങിയത്. ഗൈഡിന്റെ നിർദ്ദേശങ്ങൾ കേട്ടപ്പോൾ തന്നെ പേടിയോടെ വിറയ്ക്കുന്ന ചിലരുടെ ശബ്ദങ്ങൾ ഞങ്ങൾ അവിടെ ഇവിടെ കേട്ടു. എന്തായാലും എല്ലാ സുരക്ഷയോടെയും കൂടി ഞങ്ങൾ റാഫ്റ്റിംഗിന് ഇറങ്ങി.
വളരെ ത്രില്ലിംഗ് ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു റിവർ റാഫ്റ്റിംഗ്. തുടങ്ങുമ്പോൾ വളരെ പേടിയോട് കൂടി നിന്നിരുന്ന ആൾക്കാർ അവസാനം ഒന്നുകൂടി പോയാലോ എന്ന് വരെ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിയ അവധിയുടെ അവസാനത്തെ ദിവസമായിരുന്നു അന്ന്. ഞങ്ങൾക്ക് അവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പൊ അതോടൊപ്പം എന്റെ ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയും യാത്രാനുഭവവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ give me one thumbs up, share to your friends. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതിന്റെ കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പുതിയ വിശേഷങ്ങളും യാത്രാനുഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും ബൈ.